ഹലോ, ഞാനിന്ന് ഭയങ്കര വിഷമത്തിലാണ് കേട്ടോ. ഇന്നലെ തൊട്ട് തുടങ്ങിയ വിഷമമാണ്. എൻ്റെ മുഖം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഭയങ്കര മാനസിക സംഘർഷത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെന്നും. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് മക്കളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ അവർക്ക് വേണ്ടതും വേണ്ടാത്തതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ അവരെ ശാസിക്കില്ലേ, ചീത്ത പറയും, അടിക്കും, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും. അപ്പോൾ അതുപോലെയൊക്കെ തന്നെയാണ് കേട്ടോ ഞാനും. ഇവർ രണ്ടുപേരും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പം ചില സമയത്ത് ഞാൻ എന്നെ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. എനിക്ക് ഭയങ്കര ക്ഷമയാണെന്നൊക്കെ എനിക്ക് ചില സമയത്ത് തോന്നാറുണ്ടെങ്കിൽ പോലും വളരെ റെയറായിട്ടുള്ള സമയങ്ങളിൽ എൻ്റെ കയ്യിൽ നിന്ന് കൺട്രോളൊക്കെ പോവാറുണ്ട്. ഞാൻ കുറേ അടിക്കാതെയൊക്കെ ഞാൻ നോക്കും കേട്ടോ. കുറേ ഞാൻ ചീത്ത പറഞ്ഞിട്ടും ഷൗട്ട് ചെയ്തിട്ടൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാനൊക്കെ നോക്കും. വളരെ കുറവാണ് കേട്ടോ ഞാൻ പിള്ളേരെ തല്ലൽ. പക്ഷേ ഇന്നലെ പട്ടുവിൻ്റെ ഇന്നലെ ആയിരുന്നു പട്ടുവിൻ്റെ ലാസ്റ്റ് എക്സാമും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പഠിപ്പിക്കാനിരുത്തിയ സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത്, അവൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ കൊണ്ടാണെങ്കിൽ പോലും എൻ്റെ കൺട്രോൾ പോയി. ഞാൻ അടിച്ചതിൽ അവൾക്ക് കൈ ചെറുതായിട്ടൊന്ന് വിളിക്കുകയായിരുന്നു. അപ്പോൾ ഇന്നത്തെ എക്സാം എഴുതാൻ പറ്റുമെന്ന് പോലും എനിക്ക് ഡൗട്ട് തോന്നിയിട്ടോ. അത്രയ്ക്കും എന്താ പറയുക, ബുദ്ധിമുട്ടായിരുന്നു അവൾക്ക് എഴുതാൻ വേണ്ടിയിട്ട്. ഞാൻ അടിച്ചതല്ല, ആക്ച്വലി ഞാൻ അടിച്ച സമയത്ത് അവൾ കൈ ഇങ്ങനെ തടുത്തതാണ്. ഇങ്ങനെ ബ്ലോക്ക് ചെയ്തപ്പം കൈയും എന്തോ ചെറുതായിട്ട് പറ്റിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനിൽ എനിക്ക് ഭയങ്കര വിഷമം. ഞാൻ അടിക്കാൻ ഓങ്ങിയത് കൊണ്ടാണല്ലോ, അടിച്ചില്ലെങ്കിൽ പോലും അടിക്കാൻ ഓങ്ങിയത് കൊണ്ടാണല്ലോ അവളുടെ കൈ ഇങ്ങനെയായി പോയതെന്ന് ആലോചിച്ചിട്ട് എനിക്ക് ഇങ്ങനെ വിഷമം തീരുന്നില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവരോടുള്ള ദേഷ്യത്തിനേക്കാളും കൂടുതൽ ബാക്കി കാര്യങ്ങളും ബാക്കി സ്ട്രെസ്സും പ്രഷറൊക്കെ കാരണമാണ് നമ്മൾ അവരുടെ അടുത്ത് അങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യണമെന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കാരണം എന്തായിരിക്കും എന്ന് ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ സന്തോഷമാണെങ്കിലും നമ്മുടെ സ്നേഹമാണെങ്കിലും എല്ലാ ഫീലിങ്സും നമ്മൾ കൂടുതലും എക്സ്പ്രസ് ചെയ്യുന്നത് നമ്മുടെ മക്കളോടാണല്ലോ. അവരുടെ അടുത്താണ് നമുക്ക് എല്ലാത്തിനുള്ള റൈറ്റ് ഉള്ളതല്ലേ. നമുക്ക് അവരെ എന്ത് വേണമെങ്കിലും പറയാം, എങ്ങനെ വേണമെങ്കിലും സന്തോഷിപ്പിക്കാം, കളിപ്പിക്കാം, ചിരിപ്പിക്കാം, ശാസിക്കാം, അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും ഉള്ള ഒരു ഫ്രീഡം നമുക്ക് നമ്മുടെ മക്കളുടെ അടുത്തുണ്ടെന്ന് നമുക്ക് സ്വയം അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ പല പല പ്രശ്നങ്ങളും സ്ട്രെസ്സൊക്കെ വരുന്ന സമയത്ത് അവരെന്തെങ്കിലും ചെറിയൊരു കാര്യങ്ങളിൽ നമ്മൾ ട്രിഗർ ചെയ്യുമ്പോൾ നമ്മളത് ഓട്ടോമാറ്റിക്കലി എല്ലാവരുടെ മേൽ കൊട്ടുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതെനിക്ക് മാത്രമല്ല, ഒരുവിധം അമ്മമാർക്കൊക്കെ ഉള്ള ഒരു പ്രശ്നവും വിഷമമാണെന്ന് എനിക്കറിയാം. ലാസ്റ്റ് അവർ ഉറങ്ങുന്ന നേരത്താണ് നമുക്കിതൊക്കെ പുറത്തോട്ട് വരിക, ഈ വിഷമവും സങ്കടമൊക്കെ പുറത്തോട്ട് വരാം. അപ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. ഇടയ്ക്കൊക്കെ എനിക്കും അത് ഫീൽ ചെയ്യാറുണ്ട്. പക്ഷെ എനിക്കത് മാറ്റണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. ഞാനത് മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മറ്റുള്ള പ്രശ്നങ്ങളൊന്നും നമ്മുടെ പാരൻറ്റിങ്ങിൽ ബാധിക്കാത്ത രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരണമെന്ന് ഞാനിപ്പോഴും ചിന്തിക്കാറുണ്ട്. അപ്പോൾ അതാണ് എൻ്റെ വിഷമത്തിൻ്റെ കാരണം എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ. അപ്പോൾ ഇനി ഇന്നത്തെ ദിവസത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ, ഇന്ന് രാവിലെ വിഷമം കാരണം എനിക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാനിന്ന് ഉണ്ടാക്കിയത് പനീർ ബട്ടർ മസാലയാണ് കേട്ടോ. അതും പൂരിയാണ് ഉണ്ടാക്കിയത്. അത് രണ്ടാണ് പട്ടുവിന് ലഞ്ച് കൊടുത്തു വിട്ടത്. അപ്പോൾ ഞങ്ങളും അത് തന്നെയാണ് കഴിച്ചത് കേട്ടോ. പിന്നെ അച്ഛനും അമ്മയും എല്ലാവരും പോയി സ്ഥിതിക്കും ഇവിടെ വേറെ ആരുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ നേരത്തെ പണികളെല്ലാം തീർത്തിട്ട് വിഷമമൊക്കെ മാറ്റാനായിട്ട് കുറച്ച് നേരം പുറത്തൊക്കെ പോയി ലഡുവിൻ്റെ വീട്ടിലൊക്കെ ഒന്ന് പോവാമെന്ന് വിചാരിച്ചു. ഇനി പട്ട് സ്കൂളിൽ നിന്ന് തിരിച്ച് വന്ന് എക്സാമൊക്കെ എഴുതാൻ പറ്റിയെന്ന് അറിഞ്ഞാലാട്ടോ മനസ്സിനൊരു സമാധാനമുള്ളൂ. ഒന്നും പറയണ്ട, പറ്റിപ്പോയി, ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഞാനെന്തായാലും ചുണ്ടുവിനെ കൊണ്ടുവിട്ട് തിരിച്ച് വീട്ടിൽ വന്നിട്ടാണ് കേട്ടോ ബാക്കി പണികളൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഇന്ന് അവർക്ക് പൊങ്കലും കാര്യങ്ങളൊക്കെ വരാൻ പോകാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഇത്തിരി ലേറ്റ് ആയിട്ടാണ് കേട്ടോ വിടുക. ഒരു 12 മണിയുള്ളത് 12:30-ക്കും 2 മണിയുള്ളത് 3 മണിക്കൊക്കെയാണ് വിടുന്നത്. അപ്പോൾ അതുകൊണ്ട് തിരിച്ച് വീട്ടിൽ വന്ന് കുറച്ചുകൂടി പണികളൊക്കെ തീർത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീട്ടിൽ വന്നിട്ട് ഇന്ന് വെച്ചത് ചീരക്കറിയാണ് വെച്ചത്. അതുപോലെ വൈറ്റ് കളർ ബീട്രൂട്ട് ഉണ്ടല്ലോ, അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് അത് ബീട്രൂട്ട് ഉപ്പേരി വെക്കുന്നത്. അതാണ് ഇന്ന് ഉപ്പേരി വെച്ചത്. പിന്നെ ഇന്ന് സ്പെഷ്യലായിട്ടും ഉണക്കമീൻ ഇരുന്നായിരുന്നു, അത് വറക്കാമെന്ന് വിചാരിച്ചു. വളരെ അപൂർവമായിട്ടാണ് കേട്ടോ ഇവിടെ വറക്കാറുള്ളത്. ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നതാണ്. ഇവിടെ ചുണ്ടിന് ഭയങ്കര ഇഷ്ടമാണ് ഉണക്കമീനും. ബാക്കിയുള്ളവർക്കൊന്നും അത്ര വലിയ താല്പര്യമില്ല. എന്തായാലും ഇത്രയ്ക്കായ സ്ഥിതിക്ക് കുറച്ച് അപ്പളം കൂടിയും പൊരിച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഇത് മിളകപ്പളം എന്നാണ് നമ്മളിവിടെ പറയാറുള്ളത്, ഇവിടെ ഷോപ്പിലുള്ളതാണ്. അപ്പോൾ അതും കൂടിയും പൊരിച്ചു വെച്ചു. ഇനി എന്തായാലും ചുണ്ടിനെടുക്കാൻ പോകേണ്ട സമയമൊക്കെ എത്ര പെട്ടെന്നാണ് പോകുന്നതെന്ന് അറിയുമോ.
ഒരു 9:30 അവളെ കൊണ്ടുവിട്ടതേ അറിയുള്ളൂ. തിരിച്ച് വീട്ടിൽ വന്ന് 1-2 പണികൾ എടുക്കുമ്പോഴേക്കും സമയം പോയിട്ടോ. അപ്പം അങ്ങനെ അവളെ എടുത്ത് വന്ന് കുറച്ച് നേരം ലഡുവായിട്ട് കളിക്കാനായിട്ട് അവിടെ വിട്ടു കൊടുക്കാറുണ്ട്. എന്തായാലും 12:30 ആയി. അപ്പം എന്തായാലും ഒരു 1 മണി 1:15 വരെ ഞങ്ങൾ അവിടെ തന്നെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് അവിടെ നിന്നാണ് കേട്ടോ ഞാൻ ഫുഡ് കഴിച്ചത്. ഇക്കണ്ട കാര്യങ്ങളൊക്കെ ഞാൻ വീട്ടിലുണ്ടാക്കി വെച്ചിട്ട് ഞാൻ അവിടെ നിന്നാണ് കേട്ടോ ഫുഡ് കഴിച്ചത്. ഫുഡ് കഴിക്കാൻ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് നിർബന്ധിക്കുകയാണ്. ചില ദിവസങ്ങളിൽ അങ്ങനെയാണ് കേട്ടോ. പിന്നെ എനിക്കും തോന്നും കഴിക്കാമെന്ന്. അപ്പോഴും ചോറും സാമ്പാറും അതുപോലെ ക്യാബേജോ അങ്ങനെ എന്തോ ഒരു സംഭവമായിരുന്നു. ഇനിയിപ്പോൾ എന്താ വീട്ടിൽ വന്നാൽ ചുണ്ടിന് ഫുഡ് കൊടുക്കുന്നതാണ് കേട്ടോ ഏറ്റവും വലിയ പണി. ചോറ് കഴിക്കാൻ ഇത്തിരി മടിയാണ്. എന്നാലും ഞാൻ ഒരു നേരം ചോറ് എങ്ങനെയെങ്കിലൊക്കെ കുത്തി പിടിച്ചിരുന്ന് കൊടുക്കാറുണ്ട് കേട്ടോ. പിന്നെ ഇന്ന് ഈവനിങ് ഞങ്ങളൊന്ന് പുറത്ത് പോകാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. കുറച്ച് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതും പറഞ്ഞിട്ട് അവളതിനെ സോപ്പിട്ടിട്ടാണ് ചോറ് കൊടുക്കുന്നത്. പിന്നെ ഞങ്ങളൊരു 6 മണിയൊക്കെ ആയിട്ടുണ്ടാവും. ആ ഒരു ടൈമായപ്പം തിരിച്ച് ചേച്ചിയുടെ വീട്ടിൽ വന്നു കേട്ടോ. ഇവിടെ വന്നിട്ട് ഞങ്ങൾ കുറച്ച് ബജ്ജിയൊക്കെ ഉണ്ടാക്കി കഴിച്ചായിരുന്നു. ചേച്ചി പുറത്ത് ഓഫീസിലൊക്കെ പോയിട്ട് വന്നിട്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ല വിശപ്പായിരുന്നു. പിന്നെ പൊങ്കലും അങ്ങനെയുള്ള എന്താ പറയുക ഉത്സവങ്ങളൊക്കെ ആണല്ലോ ഇവിടുത്തെ. അപ്പോൾ അതുകൊണ്ട് അടുത്തുള്ള വീട്ടുകാരൊക്കെ അവിടുത്തെ കുട്ടികളൊക്കെ ചുണ്ടലുണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞങ്ങൾ എല്ലാവരും കൂടി കഴിച്ചു. പിന്നെ ബജ്ജി കഴിച്ചായിരുന്നു, കായ ബജ്ജി ആയിരുന്നു. പിന്നെ കായ ബജ്ജി മാറി ക്യാപ്സിക്കം ബജ്ജിയും പിന്നെ അതുപോലെ വേറെ എന്തൊക്കെയോ ബ്രിഞ്ചാളുണ്ടല്ലോ വഴുതനങ്ങ, അതുകൊണ്ടുള്ള ബജ്ജിയൊക്കെ ആയിട്ടും മാവ് ബാക്കി വന്നതുകൊണ്ട് അങ്ങനെ ഒരുപാട് ബജ്ജികളൊക്കെ ഇരുന്ന് കഴിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ ഒന്ന് ഷോപ്പിങ്ങിന് പുറത്തോട്ട് ഇറങ്ങുന്നത്. പോകുമ്പോൾ തന്നെ ഒരു 7:30-7:45 കേട്ടോ. ഇവിടെ വന്ന് പിള്ളേരൊക്കെ ആയിട്ട് പിള്ളേർ സെറ്റ് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പുറത്ത് പോകണമെന്നൊരു ആഗ്രഹമില്ല. കളി ബഹളം, പിന്നെ വിളിച്ചാലും വരില്ല, അങ്ങനെ ഒരു അവസ്ഥയാണ് കേട്ടോ. അങ്ങനെ ഒരു ലേറ്റായിട്ടൊക്കെയാണ് ഞങ്ങൾ അവിടെ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്നത്. വേറെ ഒന്നുമല്ല, ഇവർക്ക് തിങ്കളാഴ്ച പൊങ്കലിന് സെലിബ്രേഷനാണ്. അപ്പോൾ അതുകൊണ്ട് ട്രഡീഷണൽ ഡ്രസ്സിൽ വരാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പൊങ്കലൊക്കെ അല്ലേ, പിന്നെ എല്ലാം ഇട്ടിട്ട് പുറത്തൊക്കെ പോകുമ്പോൾ ഇട്ടിട്ടുള്ള ഡ്രസ്സുകളൊക്കെയാണ്. നമ്മൾ പെൺകുട്ടികളാകുമ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണല്ലോ. 1-2 വട്ടം ഇട്ട ഡ്രസ്സ് പിന്നെ ഇടാനൊക്കെ ഒരു മടിയൊക്കെ കാണുമല്ലോ. അപ്പോൾ അതുകൊണ്ട് രണ്ടുപേർക്കും ഒരേപോലെ അത്ര റേറ്റുള്ള അല്ല, എന്നാലും നമുക്കൊരു ഫംഗ്ഷനൊക്കെ ഇട്ട് പോകാൻ പറ്റുന്ന ഒരു പാവാടയും അതുപോലെ ബ്ലൗസ് എടുക്കണം എന്നാട്ടോ വിചാരിച്ചിരിക്കണേ. പട്ടുപാവാടയല്ല, ഇവിടെ അങ്ങനെ പാവാട ചട്ടാന്ന് പറയും നമ്മളിവിടെ. അതെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ആദ്യം RMKVയിൽ കയറി. പിന്നെ ആ ചേച്ചിക്കും എടുക്കണമായിരുന്നു. അവർക്ക് 9, അതായത് 9 യാർഡ്സിൻ്റെ ഒരു സാരി എടുക്കണമായിരുന്നു. അവർക്ക് ഇങ്ങനെ ഫംഗ്ഷനൊക്കെ ആകുമ്പോൾ അവരങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ് കൊടുക്കട്ടെ. അപ്പോൾ അതിന് വേണ്ടി RMKVയിൽ കയറി. ഇവിടെ നല്ല കളക്ഷൻസാണ് കേട്ടോ. എനിക്കിതിൽ ലാസ്റ്റ് കാണിക്കണ ആ ഒരു ഷെയ്ഡ് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു. ഒരു 8,000 തൊട്ടിട്ടൊക്കെയാണ് കേട്ടോ ഇത് സ്റ്റാർട്ടിങ്. നല്ല കളക്ഷനുള്ള ഒരു ഷോപ്പാണ് കേട്ടോ RMKV. പക്ഷേ അതുപോലെ തന്നെ പട്ടുപാവാടയും പാവാടയൊക്കെ ചോദിച്ചപ്പോൾ 3,000-4,000 കേട്ടോ സ്റ്റാർട്ടിങ്. അത്രയും റേറ്റിൻ്റെ ഡ്രസ്സൊന്നും പിള്ളേർക്ക് എടുത്തിട്ടൊരു കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ട് ചേച്ചി 2 സാരിയൊക്കെ എടുത്തിട്ട് ജസ്റ്റ് പുറത്തോട്ട് ഇറങ്ങിയിട്ടാണ്. ഈ ഒരു ഷെയ്ഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. നമ്മളങ്ങനെ എപ്പോഴും കാണുന്നൊരു ഷെയ്ഡല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഞാനങ്ങനെ യൂസ് ചെയ്യാത്തത് കൊണ്ട് ഞാനിങ്ങനെ സാരി ഒന്നും എടുത്ത് വയ്ക്കലില്ല. ജസ്റ്റ് ഇങ്ങനെ കാണുമ്പോൾ ഒരു കൊതി, അത്രയേ ഉള്ളൂ. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞാൻ പിള്ളേരെയും കൊണ്ടിട്ട് പുറത്തോട്ട് ഇറങ്ങി കേട്ടോ. പുറത്തിറങ്ങി പിള്ളേർ ഭയങ്കര ബഹളമായിരുന്നു. അതുകൊണ്ട് തന്നെ പിള്ളേരെയും കൊണ്ട് പുറത്തിറങ്ങി. അവിടെ സ്വീറ്റ് കോണും അതുപോലെ ഐസ്ക്രീമൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങി കൊടുത്തിട്ട് പുറത്ത് നിന്നു കേട്ടോ. ഈ ഒരു സാരിയല്ല, വേറെ ഇതേ മോഡലിൽ ഇതൊക്കെ 9 യാർഡ് സാരിയാണ് കേട്ടോ. അവരെയും ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ബ്രാഹ്മിൻസ് ആണതുകൊണ്ട് തന്നെ അങ്ങനെ രീതിയിലുള്ള സാരികളാണ് യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ ഞാനിപ്പോഴാണ് കേട്ടോ അറിയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ അവിടുത്തെ പാവാട കളക്ഷൻസ്. ഇതൊക്കെ പ്യുവർ സിൽക്കിലുള്ളതാണ്, അതുകൊണ്ടാണ് ഭയങ്കര റേറ്റാണ്. പക്ഷെ കാണാൻ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല കളർ കോമ്പിനേഷൻസ് ഉണ്ടായിരുന്നു, നല്ല വർക്കൊക്കെ ഉള്ള അടിപൊളി സെറ്റൊക്കെ ഉണ്ടായിരുന്നു. നമുക്കിപ്പോൾ ഒരു കല്യാണമാണ്, ഭയങ്കര ഗ്രാൻഡായിട്ടുള്ള ഫംഗ്ഷനൊക്കെ ആണെങ്കിൽ നമുക്ക് എടുക്കാം, അത്രയേ ഉള്ളൂ. പക്ഷെ നമുക്ക് ഇങ്ങനെയുള്ള ചെറിയ പരിപാടിക്കൊന്നും ഇത്രയും സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു മൈൻഡാട്ടോ എനിക്ക്. പിന്നെ ഈ 2 സാരിയാണ് കേട്ടോ ചേച്ചി എടുത്തത്. അതെടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഈ പറഞ്ഞ പോലെ ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ വാങ്ങി കഴിച്ചു. ഇതെവിടെ പോയാലും ആ ഒരു സ്ട്രീറ്റിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ ഐസ്ക്രീമും ഇതുപോലെ സ്വീറ്റ് കോണൊക്കെ വാങ്ങി കഴിക്കും കേട്ടോ. സ്വീറ്റ് കോൺ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അതൊക്കെ വാങ്ങിക്കൊടുത്ത് കുറച്ച് നേരം അവിടെ പുറത്തിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിരുന്നു, സംസാരിച്ച് തല്ലുകൂടിയും വർത്താനം പറഞ്ഞ് കളിച്ചും ചിരിച്ചിട്ടൊക്കെ ഞങ്ങൾ തൊട്ടപ്പുറത്തുള്ള ഒരു ഷോപ്പുണ്ട് ജയക്സിൻ്റെ എന്ന് പറഞ്ഞിട്ട് അവിടെ കയറിയിട്ടോ. അവിടെയാണെങ്കിൽ കയറാൻ പറ്റില്ല, അത്രയും തിരക്കായിരുന്നു. തിരക്കെന്ന് പറഞ്ഞാൽ നമുക്ക് തുണി ചവിട്ടി നടക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു.
എന്നാലും വേണ്ടില്ല നമുക്ക് പറഞ്ഞിട്ട് നമ്മൾ അവിടെ കയറിയും അവിടെ പാവാടകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ റെഡിമെയ്ഡായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള സംഭവങ്ങളാണ്. അങ്ങനെ ഒരുപാട് നല്ലതെന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും കുഴപ്പമില്ല, തരക്കേടില്ലാത്ത കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. അതിൽ എനിക്കിങ്ങനെ ഓവർ ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സൊന്നും അത്ര ഇഷ്ടമല്ല കേട്ടോ. കുറച്ച് പേസ്റ്റലായിട്ടുള്ള ഷെയ്ഡ്സ് വേണമെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, അത് മക്കൾക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ 2 ഷെയ്ഡ് ഞാൻ എടുത്ത് കൈപിടിച്ചു, അതെനിക്ക് ഇഷ്ടപ്പെട്ട് ഞാനത് എടുത്തായിരുന്നു. പിന്നെ തിരിച്ച് വീട്ടിൽ വന്ന് ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷങ്ങളും. ഇനി നമുക്ക് നാളത്തെ വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ബൈ, ഗുഡ് നൈറ്റ്.